ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. നമുക്ക് ഇന്നലെ നടന്ന CH പ്രതിഭാ ക്വിസിൻ്റെ HS വിഭാഗത്തിലുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. 1941 ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ വാർഷിക മീറ്റിംഗിൽ ആധുനിക കാലത്തെ ലിയനാർഡോ ഡാവിഞ്ചി എന്ന് വിശേഷിപ്പിച്ച് CV രാമൻ പരിചയപ്പെടുത്തിയ വ്യക്തി ആരാണ്? ഹോമി ജെ ഭാഭ. ഡോക്ടർ M ഗംഗാധരൻ അവതാരിക എഴുതിയ CH മുഹമ്മദ് കോയയുടെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? മുസ്ലിം രാജനീതി കഥകൾ. അമേരിക്കൻ സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാർക്ക് ട്വെയിൻ. പ്രശസ്തനായ ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഒരു സീരീസുമായി ബന്ധപ്പെട്ട നമ്പർ ആയതിനാൽ നവംബർ 23 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ഫിബൊനാച്ചി ദിനം. ഏത് പാർലമെന്റ് അംഗത്തിൻ്റെ സ്വകാര്യ ബില്ലാണ് രാജീവ് ഗാന്ധി സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിനുള്ള അവകാശ സംരക്ഷണ നിയമം 1986 അംഗീകരിച്ചത്? GM ബനാത് വാല. CH മുഹമ്മദ് കോയ മരണപ്പെട്ട സ്ഥലം ഇന്ന് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് വ്യക്തിയെ തിരിച്ചറിയുക. 1893 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. 1951 ഒഡീഷ ഗവർണറായി ചുമതലയേറ്റു. പ്രധാന ഗ്രന്ഥം ദി ട്രാൻസ്ഫർ പവർ ഓഫ് ഇന്ത്യ. ഈ വ്യക്തി ആരാണ്? VP മേനോൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് അയിത്തം നിർത്തലാക്കുകയും അത് ഏത് രൂപത്തിലും ആചരിക്കുന്നത് വിലക്കുകയും ചെയ്തത്? ആർട്ടിക്കിൾ 17. പേൾ ഓഫ് ദ സിൽക്ക് റോഡ് എന്ന് പേരിട്ടിരിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഏതാണ്? താഷ്കെൻഡ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. ക്രിസ്റ്റഫർ മാർക്ക് ലെക്സൺ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ അടുത്താണ്. ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം? ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രി. രാമചരിതം ആദ്യമായി കണ്ടെടുത്ത മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതിയാണ് രാമചരിതമെന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ലോക സെറിബ്രൽ പാൾസി ദിനം എന്നാണ്? ഒക്ടോബർ 6. 2024 നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ച കാരിച്ചാൽ ചുണ്ടൻ വള്ളത്തിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? അലൻ മൂന്നുതൈക്കൽ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴഞ്ഞത്. നോബൽ സമ്മാനത്തിൻ്റെ ക്യാഷ് അവാർഡ് തുക ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ എത്രയാണ്? 8 കോടി രൂപ. ഇവിടെ വൃത്തത്തിനുള്ളിൽ കോളം വരച്ച് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ എഴുതേണ്ട നമ്പർ എത്രയാണ്? 26. ഏഷ്യ വൻകരയിലെ ഏറ്റവും ചെറിയ രാജ്യത്തിൻ്റെ പേരെന്താണ്? മാലിദ്വീപ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന സർക്കാർ പദവി ഏതാണ്? രാഷ്ട്രപതി. കഥകളിയുടെ സാഹിത്യരൂപം എന്നറിയപ്പെടുന്നത് എന്താണ്? ആട്ടക്കഥ. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1. അറിയപ്പെടുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ സ്ഥാപകനാണ് ഈ ചിത്രത്തിലുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജീൻ ഹെൻറി ഡ്യൂനന്റ്. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ദ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ്. ടൈഗർ വുഡ്സ് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ട കായിക താരമാണ്? ഗോൾഫ്.
ഗുജറാത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന അണക്കെട്ട് ഏതാണ്? സർദാർ സരോവർ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരൂർ. നിലവിലെ F1 അഥവാ ഫോർമുല 1 ചാമ്പ്യൻ ആരാണ്? മാക്സ് വെർസ്റ്റപ്പൻ. 1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ദേശീയ നേതാവ് ആരാണ്? ഷൗക്കത്ത് അലി. അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എക്സാമിൽ പങ്കെടുത്തവർക്കും വിജയികളായവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.